അപ്പൊ ഇത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധീന്റെ ഭാര്യ രേണുവിനെ അറിയാം. രേണു അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ കല്ലെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് എന്നെ എല്ലാവരും ഒന്ന് എറിഞ്ഞു തരൂ, ഞാൻ ഒന്ന് രക്ഷപ്പെട്ടെ എന്ന് പറഞ്ഞതുപോലെയാണ്. അതായത് കൃത്യമായിട്ട് അവർക്കറിയാം എന്നെ ഇങ്ങനെയൊക്കെ പറയണം, എന്നെ സമൂഹത്തിൽ നാറ്റിക്കണം, അത് കഴിഞ്ഞ് ഞാനൊരു ഭീഷണി മുഴക്കും. രേണു സുധിയോട് എത്ര പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീക്ക് വേണ്ടത് റീച്ച് തന്നെയാണ്, അല്ലാതെ വേറൊരു മണ്ണാങ്കട്ടിയല്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ സുധീന്റെ കൂട്ടുകാരൻ അതുപോലെ സ്റ്റാർ മാജിക്കിന്റെ ഡയറക്ടർ വന്നിട്ട് എന്താ പറഞ്ഞത്, നല്ല ജോലിയാക്കി കൊടുത്തിരുന്നു, 2 or 3 ജോലിയാക്കി കൊടുത്തിരുന്നു. പക്ഷെ അതിലൊന്നും അവർക്ക് താല്പര്യമില്ല. അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഫെയിമാണ്. അപ്പൊ ഫെയിം കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് പോയിട്ട് ഒരു വീഡിയോ ചെയ്താലൊന്നും ഒരു വലിയ ഫെയിമൊന്നും കിട്ടില്ല. അതുമാത്രവുമല്ല കുറച്ച് നാളിങ്ങനെ നിൽക്കാമെന്നല്ലാതെ വേറൊരു ഗുണവും കിട്ടൂല എന്ന് രേണുവിന് കൃത്യമായിട്ട് അറിയാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രേണുവിന് കൃത്യമായിട്ട് ക്ലാസ് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട്. അതാണ് നമ്മളെ പിന്നെ നോക്കേണ്ടത്. ഒരുപാട് പേരുണ്ട്. അതായത് നീ ഇതുപോലെ കോലം കെട്ടു മകളെ, എന്നാൽ മാത്രമേ 4 ആൾ കാണൂ, നീ ഇതുപോലെ നടന്നാൽ മാത്രമേ 4 ആൾ കാണൂ, അല്ലെങ്കിൽ നിന്റെ വീഡിയോ ഒന്നും കാണാൻ ഒരാൾ പോലും വരത്തില്ല. ഇന്നലെ രജിത് കുമാറിനെ പറയുന്ന കമന്റുകൾ കേട്ടതല്ലേ. അപ്പൊ ഇതുപോലെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കറിയാലോ, നമ്മൾ എന്തെങ്കിലും ഒരു വെറൈറ്റി കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇഷ്ടംപോലെ ആൾക്കാരുടെ തലയിൽ എടുത്തു വെക്കാനുണ്ടാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പീനടക്കത്തുള്ള ആ ഒരു ഫോട്ടോ, ഇതൊക്കെ കാണിച്ചിട്ടുള്ള ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് സഹതാപം തോന്നിപ്പോയി അവിടുന്ന്. അതായത് എത്ര നല്ല മനുഷ്യനാണ് ആ ഒരു മിമിക്രി താരമായ ഈ സുധി എന്ന് പറയുന്നത്. എന്നിട്ട് ഇപ്പോഴും അയാൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി കൂതറയായിട്ട് ഈ ഫോട്ടോഷൂട്ടും ചെയ്ത്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരെന്താണ്, ഷോർട്ട് ഫിലിം, ഫോട്ടോഷൂട്ട്, റീൽസ് എടുക്കൽ, ഇതൊക്കെയാണ് പേര്. എന്നിട്ട് ഈ പേരിന്റെ പുറകിൽ എന്ന് പറയും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്, എനിക്ക് മാങ്ങാത്തൊലിയാന്ന് ഒരു ഇതുമില്ല. അതായത് അവരുടെ ഇത് കണ്ടിട്ട്, അവരുടെ ഈ സാഹചര്യം കണ്ടിട്ട് ഈ സഹതാപം കൊണ്ടാണ് എല്ലാവരും നോക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അയ്യോ എന്തൊരു കഷ്ടമാണ് ഒരു സ്ത്രീന്റെ അവസ്ഥ, നിങ്ങൾ ആലോചിച്ച് നോക്കറ. എന്നിട്ട് പറയുന്നത് എന്താണ്, എനിക്ക് അരിവേണിക്കണ്ടേ, എനിക്ക് കുടുംബം നോക്കണ്ടേ, എൻ്റെ മക്കളെ ആരും നോക്കും, എനിക്ക് അരിവേണിക്കാൻ ആരെങ്കിലും കൊണ്ട് തരുമോ? ഈ അരിവേണിക്കാനാണ് സഹോദരി ഒരുപാട് ജോലികളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ എടുക്കണ്ടെന്ന് പറയുന്നില്ല. നിങ്ങൾ എന്തിനാണ് പിന്നെ സമൂഹത്തിൻ്റെ അടുക്ക് വന്നിട്ട് ആരെങ്കിലും ഒരു കമന്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്? അതായത് നിങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് വേണ്ടത് ഇത് റീച്ച് തന്നെയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. അതായത് ഒരു ഫോട്ടോ ഇട്ടു, ആരും ഒന്നും പറയില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങളൊരു കംപ്ലൈന്റ് ആക്കിയിട്ട് വരും, അതുറപ്പാണ്. അതായത് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കിയിരിക്കുമല്ലേ, ഒരു ഫോട്ടോയും എടുത്തിട്ടിട്ട്. അത്രമാത്രം കൂതറയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ രേണു സുധി എന്ന് എനിക്ക് പറയാനുള്ളൂ. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത് തന്നെയാണ് വേണ്ടത്. അതായത് അവരിതുപോലെ ഇങ്ങനെ കാണിച്ചിട്ട് വീഡിയോ ഇടുമ്പോഴും ഫോട്ടോ ഇടുമ്പോഴും ഇത് ഒരുപാട് പേര് വിമർശിക്കണം. അങ്ങനെ വിമർശിച്ചു കഴിഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേതോ വലിയ താരം തന്നെയാണ്, അങ്ങനെ അങ്ങ് പോട്ടെ എന്നുള്ള തരത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, ഈ സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നല്ല കണ്ടന്റ് വേണം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നല്ല സൗന്ദര്യം വേണം, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കാൻ പറ്റണം. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരനായി ഒരുത്തം പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഓനെ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ട് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1 വർഷം മുമ്പ് കാണിക്കാൻ തുടങ്ങിയ കുറേ സ്ത്രീകളുണ്ട്, നമ്മളെല്ലാവരും കണ്ടതാണ്. അവരൊക്കെ ഇപ്പോഴും സമൂഹത്തിൽ മാന്യന്മാരാണ്. ഇതിനിടയ്ക്ക് എന്ന് പറഞ്ഞാൽ പൊങ്കാല വരെ ഇടുന്ന കണ്ടു. ആ നില നമ്പ്യാരൊക്കെ വന്നിട്ട് പൊങ്കാല ഇടുന്നു കുറച്ച് നാൾ മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീഡിയോസ് മുഴുവൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പം അങ്ങനെ നടന്നിട്ട് അവർക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റി. അപ്പം അങ്ങനെ പൈസ കിട്ടും എന്നുള്ളൊരു വിചാരം എല്ലാവർക്കും വന്നിട്ടുണ്ട്. അല്ലാതെ ഒരു കൂതറയായിട്ടുള്ള ഫോട്ടോ ഇടുവോ, ഞാൻ സുധീൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭർത്താവ് കൊല്ല സുധിയാണ്, അയാൾക്കൊരു പേരുണ്ട്, സമൂഹത്തിലൊരു നിലയും വിലയുണ്ട്, അയാളുടെ ഭാര്യയാണ് ഞാൻ, അത് കാത്തു സൂക്ഷിക്കേണ്ടത് എൻ്റെ പണിയാണ് എന്നുള്ള ഒരു ബോധം ഉണ്ടാവൂലേ? അല്ലാതെ എന്ന് പറഞ്ഞാൽ സുധിച്ചേട്ടൻ്റെ വേർപ്പ് ഇതെനിക്ക് വേണം, ഇതാണോ വേണ്ടത്? സുധിച്ചേട്ടൻ്റെ വേർപ്പെന്നുണ്ടാക്കിയ മറ്റേ സ്പ്രേ വേണം. അതുപോലെ തന്നെ സുധിച്ചേട്ടൻ എന്ന് പറയുമ്പോഴേക്ക് 100 നാവാണ്. എന്ത് മാങ്ങാത്തൊലി എന്നാ പറയുന്നത്? കുറച്ച് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങ് നിന്നു. ഇപ്പോഴെനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ സുധിയെ വിറ്റ് കഞ്ഞി കുടിക്കുന്നത് ഇവർ തന്നെയാണ്. അതായത് സുധിയുടെ പേരും പറഞ്ഞിട്ടാണ് ഇവരിങ്ങനെ നടക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ സുധിയുടെ മരണശേഷം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരാണ്, നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. ഒരു ജനിച്ചു കഴിഞ്ഞാൽ മരിക്കും എന്ന് പറയുന്ന പോലെ അയാളെങ്കിൽ മരിച്ചുപോയി. അത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താ, ഇവരെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വന്നു, ഇവരെ മക്കളുടെ പഠിപ്പേറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വന്നു, അതുപോലെ സുധിയുടെ നല്ലവരായ കൂട്ടുകാർ വന്നു. അങ്ങനെ എവിടെയും കിട്ടാത്ത ഒരുപാട് സൗഭാഗ്യങ്ങൾ ഇവർക്ക് കിട്ടിയപ്പോഴേ ഇവർക്കതൊന്നും വേണ്ട.
ഇവർക്ക് ആ ഒരു പരിപാടിയെ വേണ്ട. ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് പൈസക്കാരാകണം. അതിനു വേണ്ടിയിട്ട് ഇവർ മാർഗം എന്താ തിരഞ്ഞെടുത്തത്? ഇതുപോലെ വൈറലായിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഇതുപോലെയുള്ള കൂതറ റീലുകൾ എടുത്തു കഴിഞ്ഞാൽ അന്തിപ്പൺ വെട്ടം കടലിൽ അത് പാടിക്കഴിഞ്ഞാൽ ആരും വരൂല. ഇങ്ങനെ ചന്ത് കുറഞ്ഞ മാനത്ത് ഇത് പറഞ്ഞാൽ എല്ലാവരും വരും. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ്. നേരെ മറിച്ച് അന്തിപ്പൻ വട്ടം പാടിക്കോ ഒരാൾ പോലും കാണൂല. അപ്പൊ ഇത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധീന്റെ ഭാര്യ രേണുവിനെ അറിയാം. രേണു അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ കല്ലെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് എന്നെ എല്ലാവരും ഒന്ന് എറിഞ്ഞു തരൂ, ഞാൻ ഒന്ന് രക്ഷപ്പെട്ടെ എന്ന് പറഞ്ഞതുപോലെയാണ്. അതായത് കൃത്യമായിട്ട് അവർക്കറിയാം എന്നെ ഇങ്ങനെയൊക്കെ പറയണം, എന്നെ സമൂഹത്തിൽ നാറ്റിക്കണം, അത് കഴിഞ്ഞ് ഞാനൊരു ഭീഷണി മുഴക്കും, ഞാൻ ജീവനെടുക്കും എന്നുള്ള ഭീഷണി മുഴക്കും. ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. അതായത് സോഷ്യൽ മീഡിയയിൽ ഇപ്പം നടക്കുന്നതും ഇത് തന്നെയാണ്. ഇപ്പൊ ഒരു താത്തേനെ കാണുന്നില്ലേ, അതായത് കൃഷ്ണഭക്തയാണെന്ന് പറഞ്ഞിട്ട് അവർ അഭിനയിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ കുറേ എണ്ണം വന്നിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ എന്താ പറയേണ്ടത് ഒരു തരത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. പക്ഷേ ഈ എന്താ പറയുക, താത്ത പോകുന്നതോ അല്ലെങ്കിൽ മറ്റേ പോകുന്നതൊന്നും നമുക്ക് പ്രശ്നമല്ല. പക്ഷെ നമ്മളെല്ലാവരും സ്നേഹിച്ച അല്ലെങ്കിൽ നമ്മളെല്ലാവരും ദുഃഖത്തിൽ പങ്കുചേർന്ന ഈ കൊല്ലം സുധി എന്ന് പറയുന്ന അയാളുടെ ഭാര്യ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സദാചാര ഇതൊന്നുമല്ല. എന്നാൽ എന്തിന് ഇത് വേണമായിരുന്നോ? കുറച്ചും കൂടി നല്ലതായിട്ട് അഭിനയിച്ചൂടെ? ആ മനുഷ്യന്റെ ഒരു പേര് സംരക്ഷിക്കേണ്ട ഒരു കടമയില്ലേ എന്ന് മാത്രമാണ് എല്ലാവരും ചോദിക്കുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവർ എന്ത് കാണിച്ചാലോ എവിടെ പോയാലും എന്തായാലും ആർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരാൾക്കും പ്രശ്നമില്ല. പിന്നെ ഈ അരിന്റെ കാര്യം കേട്ട് മടുത്തു പോയി. എന്തേ പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾ പറയുന്നത് അരിവണിക്കണ്ടേ എന്നാണ്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഈ അരിന്റെ കാര്യം ഒന്ന് വിട്. അതായത് അരി പണിക്കാൻ വേണ്ടിയിട്ട് ഇമാതിരി കൂതറ പണിയൊന്നും ചെയ്യണമെന്നില്ല. നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഒരു കടയിൽ വരെ നിന്ന് കഴിഞ്ഞാൽ ഇവരെ അരി പണിക്കേണ്ട പൈസ കിട്ടും. അപ്പോൾ അരിൻ്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് ഇങ്ങനെ വരരുത്. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്ത് കേട്ട് കഴിഞ്ഞാലും അരിവണിക്കണ്ടേ. ഇനി ഇതിൻ്റെ അടിയിലുണ്ട് കുറേ എണ്ണം വന്നിട്ട് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ചേട്ടാ അവരരിവണിക്കാനല്ലേ, നിങ്ങൾക്ക് എന്താണ് ചേട്ടാ അവരരിവണിക്കാനല്ലേ. ലോകത്തിൽ ആൾക്കാർ തെച്ചും അരിവണിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് പോയി നിൽക്കാൻ പറ്റുമോ? ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായ ജീവിതത്തിൽ സൊസൈറ്റിയിൽ നമുക്കെല്ലാവർക്കും ഒരു മാന്യതയുണ്ട്. അതെന്ന് പറയുന്നത് ഇപ്പോൾ കൊല്ലം സുധി പോയിട്ട് ഏതെങ്കിലും ഏപ്പടത്തിൽ അഭിനയിച്ചോ? ഇല്ലല്ലോ. അയാൾ എന്തുകൊണ്ട് അഭിനയിച്ച? അയാൾക്ക് ചാൻസ് കിട്ടായിട്ടൊന്നല്ലല്ലോ. ഞാൻ ഒരു ഏപ്പടത്തിൽ അഭിനയിക്കുന്നതാണ്, അയാൾ അഭിനയിക്കുമ്പോൾ പോയിട്ട് ഒരിക്കലും ചെയ്യില്ല. അങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് ഒരുപാട് പൈസ കിട്ടും. അയാൾ ഒരിക്കലും ചെയ്യത്തില്ല. എന്തുകൊണ്ടാണ്? തനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുപോലെ പല നടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അങ്ങനെയുള്ള വഴികൾ തിരഞ്ഞെടുക്കുന്നില്ല? അവർക്ക് കുടുംബമുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ എന്താ പറയുക, രേണുവിനെ കൊണ്ട് പല ആൾക്കാരും നേട്ടങ്ങൾ കൊയ്യുകയാണ്. അതായത് രേണുവിൻ്റെ പേരും പറഞ്ഞ് രേണുവിന് ഇതുപോലെ കുരങ്ങ് കളിപ്പിച്ചിട്ട്, അതായത് രേണുവിനെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എന്താ പറയേണ്ടത് ഒരു പ്രത്യേക രീതിയിലേക്കാണ് അവർ അയക്കുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിനെ നല്ലതാക്കാനോ രേണുവിൻ്റെ കുടുംബത്തിന് അരിവണിക്കാനോ രേണുവിനോട് സ്നേഹം ഉണ്ടായിട്ടോ ഒന്നുമല്ല ഇവരൊന്നും പുറകെ നിൽക്കുന്നത്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് വൈറലാകാനും ഇവരുടെ കാര്യങ്ങൾ സാധിക്കാനും ഇവർക്ക് നല്ല രീതിയിൽ വീഡിയോ ഓടാനും പിന്നെ രേണുവിൻ്റെ കൂടി ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി കഴിഞ്ഞാൽ നല്ലൊരു ഇതുണ്ടാകും. ആ ഡോക്ടർ എന്ന് പറയുന്ന ഒരുത്തൻ കണ്ടില്ലേ, അതായത് കൃത്യമായിട്ട് അവൻ എവിടെ അറിഞ്ഞത്, എന്നിട്ട് എന്തെങ്കിലും ഒരു ഗുണം ഈ രേണുവിനുണ്ടായോ? രേണുവിനുണ്ടായി. എന്താണെന്ന് വെച്ചാൽ നാല് ആൾക്കാരെ കയ്യിൽ നിന്ന് ഇതുപോലെയുള്ള വിമർശനങ്ങൾ കേട്ടു. അതിന് രേണു മറുപടിയായിട്ട് ഒരു 25 വീഡിയോ ചെയ്തു. ഇതുപോലെയാണ് ഇനിയിപ്പോഴും രേണു അങ്ങോട്ട് ചെയ്യും ഇങ്ങോട്ട് ചെയ്യും, അങ്ങോട്ട് ചെയ്യും ഇങ്ങോട്ട് ചെയ്യും. ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എനിക്കൊരു ലൈക്ക് തരണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതൊന്ന് ഷെയർ ചെയ്യണം, നാലാൾ അറിയട്ടെ. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അരിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇവർക്കുള്ള രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളാ. അതായത് ജനങ്ങൾ എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിലടിപ്പിച്ചിട്ടായാലും ശരി ഇവർക്ക് റീച്ച് ഉണ്ടാക്കണം എന്ന് മാത്രമാണ് രേണുവിൻ്റെ ഇത്. അപ്പോൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.